പെട്ടെന്ന് അവന്മാരൊന്നങ്ങ് വണ്ടി അങ്ങ് തടഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞു. ഉത്രാടത്തിന്റെ അന്ന് രാത്രി അത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ജംഗ്ഷനിലെ അത്തം കാണാൻ പോകാണല്ലോ പതിവ്. കൂരിട്ട് ഇപ്രാവശ്യം അത്തൊക്കെ കുറവാണ്. എന്നാലും വണ്ടി എടുത്തോണ്ടങ്ങ് ഇറങ്ങി. എന്തായാലും ഇറങ്ങിയത് വെറുതെ ആയില്ല. റോഡിൽ നമുക്കൊരു തേങ്ങയൊക്കെ കിട്ടി. ഇതിപ്പോ ലാഭമായല്ലോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്പോട്ടിലെത്തി. ഈ സ്ഥലത്തിന്റെ പേര് പാലോട്ട് ഓണം എന്നാണ്. ഇവിടെയുള്ള അനിയന്മാരെല്ലാം കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് ഒരു അത്തമൊക്കെ ഇട്ടിട്ടുണ്ട്. അത്തത്തിൽ പട്ടി കയറാതിരിക്കാൻ വേണ്ടി മറച്ചു വയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. നമ്മളെ വിടുവോ? നമ്മളെ കാണിച്ചിട്ട് മറച്ചു വെച്ചാൽ അങ്ങ് പറഞ്ഞു. പയ്യന്മാരെ പിടിച്ച് പഞ്ഞിക്കിടാത്ത ഭാഗ്യം. പിന്നെ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിൽ പോകാൻ നിന്നപ്പോൾ പെട്ടെന്ന് അവന്മാരൊന്നങ്ങ് വണ്ടി അങ്ങ് തടഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനെയും പേരിപ്പിച്ച് ഓടിച്ചു വിട്ടു. ഇത് കണ്ടിട്ട് കേരളത്തിൽ അത്തം മൊത്തവും ഡോഗ് സ്ക്വാഡ് കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അടുത്ത സ്പോട്ടിലെത്തി. ഈ സ്ഥലത്തിന്റെ പേര് വേങ്കവിള എന്നാണ്. പ്രോപ്പർ വേങ്കവിളയല്ല, വേങ്കവിളയ്ക്കും തൈക്കാടിനും ഇടയ്ക്കായിട്ട് വരും. പക്ഷേ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. എന്നാലും ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാന സ്പോട്ടിൽ പോവാം. പാങ്കോട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നമ്മുടെ തൊട്ടടുത്ത ജംഗ്ഷനാണ്. ഇവിടെ അത്യാവശ്യം വലുതായിട്ടാണ് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കണ്ടതിൽ അത്യാവശ്യം വലുതും നല്ല ഫിനിഷിംഗ് ആയി ചെയ്തിട്ടുള്ളതും ഇവിടെ തന്നെയാണ്. പക്ഷേ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്. പിന്നെ അല്ല, ഉത്രാടം ആയി കഴിഞ്ഞാൽ പിന്നെ ഓണം തീർന്ന് സമയം പോണതേ പിന്നെ അറിയൂല. അപ്പോൾ ഇനി അടുത്ത ഓണത്തിന് കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.